പ്രശാന്ത് സർ നമസ്കാരം. PC ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അതായത് ഒരു ഹിന്ദു സാംസ്കാരിക പ്രവർത്തകയായിട്ടുള്ള ലക്ഷ്മി കാനത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റും അവർ പല മീഡിയകളിലും കമൻറ്റും ചെയ്തിട്ടുണ്ട്. അതൊരേറെ ശ്രദ്ധേയമായിട്ട് തോന്നി എനിക്ക്. കാര്യം, ഈ അമ്പെയ്യുന്ന സമയത്ത് ഞാൻ പുറകോട്ട് വലിക്കുമല്ലോ, അങ്ങനെ വലിച്ചിട്ട് ശക്തിയായിട്ടാണ് മുൻപോട്ട് എയ്യുന്നത് എന്നവർ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുലി ഒന്ന് പതുങ്ങുന്നത് കുതിക്കാനാണ്, അല്ലാതെ കിതയ്ക്കാനല്ല എന്ന് പുലിമുരുകൻ സിനിമയിൽ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ ഒരടി പുറകോട്ട് വെച്ചതിന് ശേഷമാണ് മുന്നോട്ട് ഓടുക. ഇതുപോലെ തന്നെയാണ് PC ജോർജിൻ്റെ അറസ്റ്റും. കേരളത്തിൽ BJPയും PC ജോർജും വളരെ ശക്തമായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് ഒരു വലിയ നേതാവിൻ്റെ നിലയിലേക്ക് PC ഉയരാൻ പോകുന്നു എന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ ശരിയല്ലേ? കാരണം PC ജോർജ് ഒരു വലിയ രീതിയിലേക്ക് ഒരു ശക്തനായ ഈ പറയുന്നത് പോലെ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് വളരാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും PC ജോർജിനെ ഇതൊരു വലിയ രാഷ്ട്രീയ ലാഭം, വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് യാതൊരു സംശയം വേണ്ട കേട്ടോ. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു വികാരമല്ല ഈ കേരള സമൂഹത്തിൽ ഈ ഉടലെടുത്തിരിക്കുന്നത്. കാരണം PC ജോർജ് പറഞ്ഞത് ഇവിടുത്തെ ഭീകര സംഘടനകൾക്കെതിരെ. കാരണം ഈ ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ ഹമാസ്, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം അത് പറഞ്ഞു നിൽക്കുന്ന ഹമാസ് ആണ്. ഹമാസ് എന്ന് പറയുമ്പോൾ ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന ഒരു ഭീകര സംഘടന. ആ ഭീകര സംഘടനയ്ക്ക് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയ ഏക രാജ്യം പാകിസ്ഥാൻ. ആ ഭീകര സംഘടന ഏറ്റവും അവസാനം നമ്മൾക്കെതിരെ മീറ്റിംഗ് കൂടിയത് പാകിസ്ഥാനിൽ വെച്ച്. പാലസ്തീന്റെ വെളിയിൽ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഹമാസ് തീരുമാനിക്കുന്നത് ഇന്ത്യയോട് മാത്രം. അപ്പം ആ ഹമാസിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച കാര്യം പറയാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ ആരുമില്ല. മാത്രവുമല്ല, അത് പിന്നെ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് നേതാവ് ബൽറാം പറയുന്ന ഒരു അവസ്ഥയിലാണ് PC ജോർജിന്റെ അറസ്റ്റ്. അതിനകത്ത് PC ജോർജിന്റെ അറസ്റ്റിനകത്ത് ഈ പറയുന്നത് പോലെ ന്യായവും അന്യായവും വളരെ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താൽ PC ജോർജിന്റെ അറസ്റ്റ് ആഘോഷമാക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരം, ഒരു വളരെ കാലമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അനുഭൂതി അനുഭവിക്കുന്നത് പോലെ ചില ആൾക്കാർ പ്രതികരിക്കുന്നു. ആവശ്യമായ കാര്യമായിരുന്നു. എന്താവശ്യമായ കാര്യം? PC ജോർജ് പറഞ്ഞത് ഇവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരളത്തിലാണ്. അതിനകത്ത് അതിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അനുകൂലിക്കാനേ സാധ്യതയുള്ളൂ. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള നിലപാടും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നിലപാടും നമ്മൾക്കറിയാം. മാത്രമല്ല, ഇപ്പോഴും അവരുടെ നിലപാടുകൾ ഒരുപക്ഷെ ശരീഅത്ത് നിയമത്തെ അനുകൂലിക്കുന്നതാണെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് നമ്മുടെ രീതിയിൽ ആ വർത്തമാനം പറയുമ്പോൾ. അപ്പം പ്രാർത്ഥന ഓർക്കണം, PC ജോർജ്, സുരേഷ് ഗോപി ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന പോലെ സുരേഷ് ഗോപി ഇതുപോലെയായിരുന്നു. സുരേഷ് ഗോപി വന്നു, കൊള്ളാമെന്ന് പറഞ്ഞു, കേന്ദ്ര ഭരണത്തെ അനുകൂലിച്ചു. അദ്ദേഹത്തെ കൊള്ളാമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം കേന്ദ്രം രാജ്യസഭ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കേരള ഓഫീസിൽ കൊടുക്കാമെന്ന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. ആ രാജ്യസഭാ സീറ്റുമായിട്ട് ഇദ്ദേഹം ഇവിടെ ഇറങ്ങി എല്ലാ ആൾക്കാർക്കും വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്ത് ഒരു ജാതിയോ മതമോ കണ്ടില്ല. അയാൾക്ക് കുറവുള്ളവനെന്ന് കാണുന്നവർക്കെല്ലാം അയാൾ സഹായം ചെയ്തു. അയാൾക്ക് ഒരു നിയോജകമണ്ഡലത്തെയും കേന്ദ്രീകരിക്കാതെ ആവശ്യക്കാർക്കെല്ലാം പുള്ളി ഫണ്ട് വിതരണം ചെയ്തു പോയിട്ടും അദ്ദേഹത്തിന്റെ പുറത്ത് പഴിചാരുന്നതിന്, അദ്ദേഹത്തിന്റെ പുറത്ത് കുറ്റം ചാർത്തുന്നതിന്, അദ്ദേഹത്തിനെ പെണ്ണുകേസിൽപ്പെടുത്തുന്നതിന് കുറെ നടന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ട്? അദ്ദേഹം BJP ആയതുകൊണ്ട്. ഇപ്പോഴും ഇതിനകത്ത് കണ്ടില്ലേ, PC ജോർജ് ഇതുവരെ കുഴപ്പമില്ല. ഇന്നലെയൊക്കെയുള്ള ചർച്ചകൾ, PC ജോർജ് BJP ആയപ്പോഴാണ് അയാളുടെ വർഗീയത പുറത്തുനിന്ന്. ആരാ പറയുന്നത്? മുസ്ലിം ലീഗ്. ഇന്ത്യയില് മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള പാർട്ടി, ശരീഅത്ത് നിയമം വേണമെന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയാ പറയുന്നത് BJP ആയതുകൊണ്ട് അയാൾ വർഗീയ പാർട്ടിയാണ്. അത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത്, അത് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നത് ഇപ്പോഴും PC ജോർജ് എങ്ങനെ ഇത്രയും വലിയൊരു മോശക്കാരനായത്? PC ജോർജ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്, BJPയിൽ ചേർന്ന് നിൽക്കുന്നത് അദ്ദേഹമാ. BJPയുടെ നിലപാടാണ് ശരി. അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇനിയും അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിനും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള സംസ്കാരം ഉയർത്തിപ്പിടിച്ചു പോകുന്നതിനും അല്ലെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ നല്ലത്. അതിന് സഹായമായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ BJPയേ ഉള്ളൂ. അതുകൊണ്ട് BJP വരട്ടെ. ഒരു കാരണവശാലും കോൺഗ്രസ് ഒന്നും ഇത് അധികാരത്തിൽ വരത്തില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ തന്നെ അത് ഇതുപോലെയുള്ള മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെയുടെ സമീപനവും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പല ഘട്ടങ്ങളിൽ
ക്രിസ്ത്യാനിക്ക് കുഴപ്പം വന്നപ്പോൾ അവരുടെ ഭാഗമായിട്ട് നിന്ന ക്രിസ്ത്യാനി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്ന ക്രിസ്ത്യാനി ആയിട്ട് പോലും ഒരു കാര്യം മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും എതിരെ പറയാൻ പറ്റാത്തൊരവസ്ഥ വന്ന് എന്നൊക്കെ പറഞ്ഞ് ഇത് വളരെ വ്യക്തത വരുത്തി ആൾക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു നേതാവായിട്ട് പി സി ജോർജ് മാറി. അതുകൊണ്ടാണ് പി സി ജോർജിന് പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് പി സി ജോർജിനെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ആർക്കും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രം ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പായിട്ട് പോലും ഇവിടുത്തെ കോടതി ജാമ്യം കൊടുക്കാത്ത ഒരവസ്ഥ. ഇന്നലെ ആ ജഡ്ജിയെ പറ്റിയൊക്കെ ഈ വിമർശനം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്കോ കേസിൽ ആർക്കോ ജാമ്യം കൊടുത്തു, എന്തുകൊണ്ട് ഇതിന് ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ജനസമൂഹം ചർച്ച ചെയ്യുകയാണ്. പഴയ ഒരു കാലമല്ല. കാരണം പുറകിൽ നടന്ന് ആരൊക്കെ തോൽപ്പിച്ചിട്ടും ആരൊക്കെ വിചാരിച്ചിട്ടും എത്ര വർഗീയവാദി എന്ന് പറഞ്ഞിട്ടും സുരേഷ് ഗോപി എന്താ ജയിച്ചത്? സുരേഷ് ഗോപി ക്രിസ്ത്യാനി വോട്ട് ചെയ്തല്ലേ ജയിച്ചത്? അവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ പരിശോധിക്കുമ്പോൾ. അപ്പൊ സുരേഷ് ഗോപി പറയുന്നതിനകത്ത് ശരി, ഇത് വേറെ ചില ഈ സുരേഷ് ഗോപി മോശമാണെന്ന് പറയുന്നത് വേറെ ചില താല്പര്യങ്ങൾക്കകത്ത് ആണ് എന്നുള്ള ജനം മനസ്സിലാക്കി. അതുപോലെ തന്നെ പി സി ജോർജിന് വരാൻ പോവുക. പി സി ജോർജ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ ക്രൂശിക്കപ്പെടുന്നത് 78 വയസ്സുകാരനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നത്, വൈകിട്ട് ഈ ഓക്സിജൻ മാസ്ക് മുഖത്ത് വെക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അയാളെ ജയിലിൽ തന്നെ ഇടണമെന്ന് താല്പര്യപ്പെടുന്നത്, ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേക താല്പര്യമാണ്. അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അനുകൂലിക്കാത്തത് കൊണ്ട് ആണെന്നുള്ള രീതിയിലുള്ള ചർച്ച സമൂഹത്തിൽ വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം പി സി ജോർജ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സ്വാധീനിച്ച് ബി ജെ പിയിൽ എത്തിച്ചാൽ, നാളെ കാലത്തെ ബി ജെ പിയുടെ ഭാഗമായിട്ട് കേരളം വന്നാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇവിടുത്തെ സുഡാപ്പികൾ. എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇന്നലെ പി സി ജോർജ്, നമുക്ക് മനസ്സിലാക്കാം, പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏത് വിഷയം വന്നു, പെങ്ങളെ കല്യാണം കഴിച്ചാൽ പോലും രണ്ട് അഭിപ്രായമുള്ള കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറഞ്ഞു ബി ജെ പി അല്ലാതെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിനകത്ത് ഒരു ന്യായമോ അന്യായമോ ഒക്കെ, അല്ലെങ്കിൽ അതിനകത്തെ ശരിയല്ലാത്ത ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ നിയമം വേണ്ട രീതിയിൽ നിയമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ല, അല്ലെങ്കിൽ പോലീസ് പല രീതിയിലുള്ള പ്രസംഗങ്ങളും അല്ലെങ്കിൽ സ്പർദ്ധകളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന മുസ്ലിം നേതാക്കന്മാരും ഒക്കെ നിരന്തരം സ്ത്രീകളെ ആക്ഷേപിക്കുന്ന വിഷയം വന്നിട്ടും ഒരു കേസ് എടുക്കാത്തടത്ത് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിനെ ചെയ്തികളെ വളരെ വൃത്തിയായിട്ട് തുറന്നു കാണിച്ചപ്പോൾ പി സി ജോർജിനെതിരെ കേസ് വരുന്നു. പി സി ജോർജിനെതിരെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കുന്നു. പി സി ജോർജിനെതിരെ റിമാൻഡ് റിപ്പോർട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് തയ്യാറാവുന്നു. പി സി ജോർജിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു. അതൊക്കെ ഇത് മനസ്സിലാകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. അതായത് നാളെ കാലത്തെ പി സി ജോർജിനെ കേരളത്തിന്റെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചാൽ പോലും കേരളത്തിൽ ഉടനീളമുള്ള ഈ ആൾക്കാർ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ പറഞ്ഞ സുരേഷ് ഗോപി ഒന്നുമാകത്തില്ല, കേരളത്തിൽ നടക്കത്തില്ല, ചാണകത്തിൽ ചവിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി അവിടെ നിൽക്കുകയും എന്താണ് കേന്ദ്രത്തിൽ നടക്കുന്നതെന്നും അല്ലെങ്കിൽ നടക്കേണ്ടതെന്നും വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നതിനകത്ത് ശരിയുണ്ടെന്ന് കണ്ട് അദ്ദേഹത്തെ അവിടുന്ന് ജയിപ്പിക്കുന്നു. ബി ജെ പിക്ക് യാതൊരു രീതിയിലും അല്ലെങ്കിൽ എ ക്ലാസോ അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ല. കാരണം എത്ര ശതമാനം വോട്ട് അവിടെ ക്രിസ്ത്യാനിക്കുണ്ടെന്നറിയാം, മുസ്ലിമിനുണ്ടെന്നറിയാമോ? ഹിന്ദു വോട്ടുകളുടെ കേന്ദ്രീകരണമോ അല്ല കൂടുതലായിട്ടുള്ള ഒരു ലോകസഭാ മണ്ഡലമൊന്നുമല്ല. അവിടുത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലായി, അവിടുത്തെ ഒരു പരിധി വരെയുള്ള മുസ്ലിമിന് മനസ്സിലായി, ജാതി മത ഭേദമന്യേ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലായി. ഇതുപോലെ കേരളത്തിൽ ഉടനീളമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് പി സി ജോർജിന്റെ അറസ്റ്റ് എന്ന് നമ്മൾക്ക് നാളെ കാലത്തെ മനസ്സിലാകും. ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരും, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം, ചില ആൾക്കാരുടെ വോട്ട് കിട്ടുമെന്ന് കണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറയുന്നവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ വെച്ചാൽ 30% വരുന്ന വോട്ട് അപ്പാടെ അങ്ങ് കിട്ടുമെന്നും വിചാരിക്കുന്ന ഈ പാർട്ടിക്കാരോട് ഒരു കാര്യം നമ്മൾക്ക് പറയാനുണ്ട്. 30-നേക്കാട്ടിൽ വലുതാണ് 48+15. അതായത് ഏതാണ്ട് 70% വോട്ട് ഇപ്പുറത്ത് നിപ്പുണ്ട്. ആ 70% വോട്ടിനകത്ത് ഒരു 45% വോട്ട് ഏതെങ്കിലുമൊക്കെ ധ്രുവീകരണം, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ധ്രുവീകരണത്തിൽ കൂടി ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ നാളെ സംഭവിച്ചാൽ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതുപോലെ പി സി ജോർജ് ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നയിക്കുന്ന ഒരാളായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഈ അറസ്റ്റിലൂടെ എനിക്ക് മനസ്സിലാവുന്നതാണ് എന്റെ വാർത്ത എനിക്ക് പറയാനുള്ളത്. ശരി,
എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ പി സി ജോർജ് ഇത്തരത്തിലേക്ക് ഒരു വലിയ നേതാവായി മാറാനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം കരുത്തനായൊരു ക്രിസ്ത്യൻ നേതാവിൻ്റെ ഒരു അഭാവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് നികത്താൻ ഷോൺ ജോർജിനും ഈ പറയുന്ന പോലെ പി സി ജോർജിനും ഒക്കെ സാധിച്ചേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.